നമസ്കാരം. സംസ്ഥാനത്തെ UDF സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ ഭരണശൈലിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തർക്കം പുകയുകയാണ്. ഭരണപരമായ പ്രധാന തീരുമാനങ്ങളിൽ പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന ആക്ഷേപം ശക്തമാക്കിക്കൊണ്ട് കെ.സി. വേണുഗോപാലുമായി അടുപ്പമുള്ള ഐ ഗ്രൂപ്പ് നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങി കഴിഞ്ഞു. ശേഷാദ്രിനാഥനെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച സർക്കാർ നടപടിക്കെതിരെയാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് കടുത്ത ഭാഷയിൽ കത്തു നൽകിയത്. ഇതിന് പിന്നാലെ സർക്കാരിന്റെ നയങ്ങളെ ചർച്ച ചെയ്യാൻ അടിയന്തര KPCC നേതൃയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ജനറൽ സെക്രട്ടറിയായ MR അഭിലാഷും ഇപ്പോൾ രംഗത്തെത്തി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ KPCC നേതൃയോഗം വിളിച്ചു ചേർക്കുമെന്നാണ് ഇന്ദിരാ ഭവനിൽ നിന്നുമുള്ള സൂചന. നിലവിലെന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പരസ്യമായ ഒരു പടയൊരുക്കത്തിന് ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടില്ലെങ്കിലും സർക്കാരിന്റെ തന്നിഷ്ടപ്പടിക്കുള്ള പോക്കിനെതിരെ പാർട്ടിയുടെ കടുത്ത എതിർപ്പിന്റെ സ്വരം രേഖപ്പെടുത്തുകയാണ് ഈ നീക്കങ്ങളുടെ ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം, ദേവസ്വം ക്ലീനർ നിയമനം, നിയമസഭയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാനുള്ള ധനബില്ല് നീക്കം എന്നിവയ്ക്ക് മുൻപ് പാർട്ടി ഫോറങ്ങൾ യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് പ്രധാന ആക്ഷേപം. നിയമസഭയിൽ പ്രതിപക്ഷം പോലും ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി പോലും അറിയാതെയാണ് മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും ഇത്തരം നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാരും പാർട്ടിയും തമ്മിൽ കൃത്യമായ ഏകോപനം ഉറപ്പാക്കാൻ ഉന്നതതല ഏകോപന സമിതി രൂപീകരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉയർത്തുന്നത്. അങ്ങനെ അല്ലാത്ത പക്ഷം ഗവൺമെന്റിന്റെ പല വീഴ്ചകൾക്കും പാർട്ടി മറുപടി പറയേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുകയാണ്. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരികൾ വിദേശ കമ്പനിക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കത്തെ ശക്തമായ ഭാഷയിൽ എതിർത്ത AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ട് രംഗത്തെത്തിയത് മുഖ്യമന്ത്രി വി.ഡി. സതീശനുള്ള കനത്ത താക്കീതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവറായി പ്രവർത്തിക്കുന്നത് പോലെ കേരളത്തിൽ അദാനിയുടെ കളി നടക്കില്ല എന്നാണ് വേണുഗോപാൽ തുറന്നടിച്ചത്. കേരളത്തിലെ UDF സർക്കാർ ഒരു കാരണവശാലും അദാനി അനുകൂല നിലപാട് സ്വീകരിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് ഈ പ്രതികരണത്തിലൂടെ അദ്ദേഹം നൽകിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വെടിയുതിർത്തിരിക്കുന്നത്. എന്തായാലും KPCCക്ക് ഒരു മുഴുസമയം പ്രസിഡന്റ് ഇല്ലെന്നതാണെന്ന് നിലവിൽ സംഘടന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മന്ത്രി എന്ന നിലയിലുള്ള കടുത്ത തിരക്കുകൾക്കിടയിലും സണ്ണി ജോസഫ് ഇന്ദിരാ ഭവനിൽ വന്ന് അത്യാവശ്യ ഫയലുകൾ ഒപ്പിട്ടു പോകുന്നു എന്നതൊഴിച്ചാൽ കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനം പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ്. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനത്തിന് സമിതിയുണ്ടാക്കാൻ മുൻപ് KPCC യോഗം തീരുമാനിച്ചിരുന്നു എങ്കിലും പുതിയൊരു പ്രസിഡന്റ് വന്നതിനു ശേഷം മതി ഇതെന്ന ധാരണയിലായിരുന്നു നേതാക്കൾ. പുതിയ പ്രസിഡന്റിനായുള്ള അണിയറ ആലോചനകൾ അനൌദ്യോഗികമായി തുടങ്ങിയെങ്കിലും ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം അത് എങ്ങും എത്താത്ത അവസ്ഥയാണ്. ഈ തർക്കം നോക്കിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാരിൽ പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതും. എന്നാൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സൂചന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഡ്ജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി തന്റെ ഭരണ നയം പരസ്യമായി പ്രഖ്യാപിച്ചത്.